പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ പെട്ടെന്ന് പ്രകോപിതനായി ആന. ഇടഞ്ഞ ആന നേർച്ച കാണാനെത്തിയ ആളെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റയാൾ കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആന ഇടഞ്ഞതോടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. പാക്കാത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നേർച്ചയ്ക്കിടെ ഇത്തരം അനിഷ്ട സംഭവം ആദ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആള് ആരാന്നുള്ളത് ഇവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സമയം വരെ അറിഞ്ഞിട്ടുള്ളത്. കാരണം അറിയാൻ അദ്ദേഹത്തിന്റെ അടുത്ത് രേഖകളും കണ്ടിട്ടില്ല എന്നുള്ളത്, ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അവരെ കുടുംബങ്ങൾ ആരെങ്കിലും എത്തിച്ചേർന്നാല് അത് ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുള്ളതാണ്. ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും. അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. ഒരാളെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ആളെ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആന ഇടഞ്ഞതോടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. രാത്രി 12:30 സംഭവം. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഒരാളെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത് ജനത്തിനിടയിലേക്ക് എറിയുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പൻ ഇടപെട്ട് ആനയെ തളച്ചത് കൂടുതൽ അപകടം ഒഴിവായി. പുലർച്ചെ 2:30 ആനയെ തളച്ചു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആന പെട്ടെന്ന് പ്രകോപിതനാവുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുടെ കുറച്ച് ഗുരുതരമാണെന്നാണ് ഇപ്പൊ കേൾക്കാൻ അറിയാൻ കഴിഞ്ഞത്. ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ പരിക്കുകളോട് കൂടി ചെമ്പിച്ച് ബാബ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സിയാബത്തങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു സംഭവത്തിന് ശേഷം നമ്മളെ മറ്റ് പരിപാടികളൊക്കെ അത് മണിക്കൂറുകളോളം കുറച്ച് സ്തംഭിച്ച് നിന്നിട്ടുണ്ട്. കാരണം ആനനെ ഇവിടുന്ന് തിരിച്ചയക്കുന്നത് വരെ ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള നമ്മളെ മറ്റേ കമ്മിറ്റി ഭാരവാഹികളും പിന്നെ നമ്മളെ എല്ലാവരും ഒരുമിച്ച് അതിനെ ഇവിടെ നിന്ന് ആനനെ കയറ്റി അയക്കുന്നത് വരെ ഒരു വരവുകളും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേർച്ചയ്ക്കിടെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവം ഇതാദ്യമാണെന്നും നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ, തിരൂർ.